താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി ഗ്രാമപഞ്ചായത്തിൽ UDF അധികാരത്തിലേറി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പൗളി ബേബിയെ തെരഞ്ഞെടുത്തു. പഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞ. കാലടി ഗ്രാമപഞ്ചായത്തിൽ UDF അധികാരത്തിലേറി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പൗളി ബേബിയെ തെരഞ്ഞെടുത്തു. തീർച്ചയായും വളരെ സന്തോഷത്തിന്റെ ദിനമാണ്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഈ ഭാഗങ്ങൾക്ക് നമ്മുടെ രാജ്യം എത്രമാത്രം പ്രാധാന്യം നൽകുന്നു, നമ്മുടെ ഭരണഘടന എങ്ങനെ കാണുന്നു എന്നൊക്കെ അഭിമാനപൂർവ്വം നമുക്ക് സ്മരിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള സ്ഥാനാരോഹണങ്ങളിലൂടെയാണ്. പൗളി ബേബി കാലടി ഗ്രാമപഞ്ചായത്തിലെ ആർക്കും തന്നെ അപരിചിതയല്ല. ഗ്രാമപഞ്ചായത്ത് നമ്മുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുൻസിയിൽ തന്നെ മുനിസിപ്പാലിറ്റി കഴിഞ്ഞാൽ ഏറ്റവും ബൃഹത്തായതും വലിയ പ്രവർത്തന മേഖലകളും സാധ്യതകളുമുള്ള ഒരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിന്റെ ഭരണസാരഥ്യം ഇന്ന് പൗളി ബേബി ഏറ്റെടുത്തിരിക്കുകയാണ്. പൗളിക്ക് ഞങ്ങളെല്ലാവരുടെയും പേരിലുള്ള ഏറ്റവും കൃത്യമായ വിജയാശംസകളും അനുഗ്രഹങ്ങളും ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു, അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. ഇതിനു മുമ്പ് AC വിഭാഗത്തിൽ ഒരാൾ പ്രസിഡന്റായിട്ട് വന്നു. അത് ജനറൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്താണ് KG സുരേഷ് പ്രസിഡന്റായിട്ട് വന്നത്. അതിനുശേഷം ആണ് നമ്മുടെ പഞ്ചായത്തിൽ ഒരു വനിത, അതും SC വിഭാഗത്തിൽ നിന്നുള്ള വനിത നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റായി അധികാരമേറ്റിരിക്കുകയാണ്. അതാണ് നമുക്കെല്ലാം ഏറെ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് ഇത്. പൗളിക്ക് ഇതൊരു നിയോഗമാണ്. കാലടി എന്ന വലിയൊരു ഗ്രാമത്തെ നയിക്കാൻ കിട്ടിയിട്ടുള്ള വലിയൊരു അവസരമാണ്. നമുക്കറിയാം, കാലടിയെ സംബന്ധിച്ച് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഇനിയും നടപ്പിലാക്കാൻ ബാക്കിയുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തെയും അതിനു മുമ്പൊക്കെ ഉണ്ടായ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഈ കാലഘട്ടത്തിലും നടക്കുക എന്നുള്ളതുകൊണ്ട് കാലടിയുടെ മുഖച്ഛായ മാറുന്ന പ്രവർത്തനങ്ങൾ തന്നെ തുടരാൻ ഈശ്വരൻ പൗളിയെയും ഈ ഭരണസമിതിയെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. വൈസ് പ്രസിഡന്റായി PV സ്റ്റീഫൻ പട്ടത്തെയും തെരഞ്ഞെടുത്തു. കാലടി ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട PV സ്റ്റീഫൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുകയും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടെ എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞ. ശനിയാഴ്ച പഞ്ചായത്ത് പ്രിയദർശിനി കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തിയത്. 14 വോട്ടുകൾക്കാണ് PV സ്റ്റീഫൻ വിജയിച്ചത്. LDFിൽ നിന്നും മത്സരിച്ച MT വർഗീസിന് 3 വോട്ടുകൾ ലഭിച്ചു. സ്വതന്ത്ര മെമ്പർ മായ സജീവ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. LDFിന്റെ 4 മെമ്പർമാരിൽ 3 പേരുടെ വോട്ട് മാത്രമാണ് രേഖപ്പെടുത്തിയത്. കുടച്ചിഹ്നത്തിൽ LDF സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച 19ാം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് അരുൺദാസ് വോട്ട് രേഖപ്പെടുത്തിയില്ല. ഞാനൊക്കെ പൊതുരംഗത്തേക്ക് കടന്നു വരുമ്പോ യുവജന സംഘടനയുടെ ബ്ലോക്ക് തലത്തിലുള്ള ഭാരവാഹിയായിരുന്നു സ്റ്റീഫനേട്ടൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് ഈ പഞ്ചായത്തിനെ
ഒരു നേരായ ദിശയിലേക്ക് നയിക്കുന്നതിന് പ്രസിഡന്റിന് താങ്ങും തണലുമാകും എന്നാണ് ഞങ്ങളൊക്കെ കരുതുക. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത്, പ്രത്യേകിച്ചും തൊഴിലാളി സംഘടനാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കോൺഗ്രസിന്റെ അഭിമാനമായിട്ടുള്ള ശ്രീ PV സ്റ്റീഫന് കാലടി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. KSUവിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വ നിലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ട്രേഡ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റീഫൻ, അദ്ദേഹം ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം വരിച്ച് ഇന്നിപ്പോൾ കാലടി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അപേക്ഷയോ പരാതിയോ ആവശ്യമോ ആയി നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞാൽ എത്രയും വേഗം അതിന് പരിഹാരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിന്തയും പ്രവർത്തനവുമായിരിക്കണം നമ്മൾ നയിക്കേണ്ടതും വഹിക്കേണ്ടതും. പരാതികളും പരിഭവങ്ങളും അപേക്ഷകളും ശരിയായ രീതിയിൽ പഠിച്ച് അത് നല്ല രീതിയിൽ നടപ്പിലാക്കി ഈ പഞ്ചായത്തിന്റെ തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും രാഷ്ട്രീയത്തിനപ്പുറം ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ ഊഷ്മളമായ ഈ സ്വീകരണത്തിന്, അതുപോലെ തന്നെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഇതിന്റെ ഉദ്യോഗസ്ഥരോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ